എം വിൻസെന്റ് എം എൽ എ വീട്ടമ്മയെ പീഡിപ്പിച്ച സംഭവത്തിൽ സ്പീക്കറുടെ അനുമതി വാങ്ങിയ ശേഷം അറസ്റ്റ്. അന്വേഷണ സംഘം ആണ് ഇക്കാര്യം അറിയിച്ചത്. വീട്ടമ്മയെ ഇന്ന് മെഡിക്കൽ പരിശോധനയ്ക്ക് വിധേയമാക്കും. യുവതി മജിസ്ട്രേറ്റിന് നൽകിയ രഹസ്യമൊഴി അന്വേഷണ സംഘം വാങ്ങും. വിവരങ്ങളുമായി ഇപ്പോൾ ജീവൻ കുമാർ ചേരുന്നു. ജീവൻ, എന്തൊക്കെ കാര്യങ്ങളാണ് എം വിൻസെന്റ് എം എൽ എക്കെതിരെ അന്വേഷണ സംഘം ഇനി സ്വീകരിക്കുക? അജിംഷാദ്, ഇന്നലെയോടുകൂടി തന്നെ ഈ കാര്യത്തിൽ ഒരു ഏകദേശ ധാരണ അന്വേഷണ സംഘത്തിനിടയിൽ രൂപപ്പെട്ടിട്ടുണ്ട്. ഏറ്റവും പരമപ്രധാനമായി ഇത് സംബന്ധിച്ച് നേരിട്ട് വനിതാ മജിസ്ട്രേറ്റ് മുൻപാകെ പരാതിക്കാരിയായ വീട്ടമ്മ നൽകിയിരിക്കുന്ന മൊഴിയാണ് ഇതിന് ഏറ്റവും പ്രധാനമായുള്ളത്. അതിൽ കൃത്യമായി തന്നെ പീഡിപ്പിച്ചു, അല്ലെങ്കിൽ വിൻസെന്റ് തന്നെ പീഡിപ്പിച്ചു, എംഎൽഎ തന്നെ പീഡിപ്പിച്ചു എന്നവർ മൊഴി നൽകിയിരുന്നു. സമാനമായ മൊഴി അന്വേഷണ സംഘ തലവയായ അജിത ബീഗം IPSനോട് അവർ ആവർത്തിക്കുകയും ചെയ്തു. ആ പശ്ചാത്തലത്തിലാണ് ഇന്നലെ അവരുടെ സ്റ്റേറ്റ്മെന്റ് റെക്കോർഡ് ചെയ്തതിന്റെ അടിസ്ഥാനത്തിൽ FIRൽ നേരത്തെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിനൊപ്പം അഡീഷണലായി ഇപ്പോൾ ബലാത്സംഗത്തിന്റെ വകുപ്പ് കൂടി ചുമത്തിയിരിക്കുന്നത്. ഇനി പ്രധാനമായും പോലീസ് ഇന്ന് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് രാവിലെയോടുകൂടി നെയ്യാറ്റിൻകരയിലെ സർക്കാർ ആശുപത്രിയിൽ ഈ വനിതയെ എത്തിച്ചു. തുടർന്ന് വൈദ്യപരിശോധനയ്ക്ക് വിധേയയാക്കുകയും ചെയ്തു. ഇവർക്ക് പീഡനം നടന്നിട്ടുണ്ടോ എന്ന് സ്ഥിരീകരിക്കുന്നതിന് വേണ്ടിയാണ് ഈ കാര്യങ്ങൾ ചെയ്തത്. ഒടുവിൽ അതോടൊപ്പം തന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, അന്വേഷണ സംഘം ഇവർ തമ്മിലുള്ള ഫോൺ കോൾ രേഖകൾ പരിശോധിക്കുന്നു. സ്പീക്കറുടെ അനുമതി ഉണ്ടെങ്കിൽ മാത്രമേ ഈ കാര്യത്തിൽ ഇനി അറസ്റ്റിലേക്ക് പോകേണ്ടതുള്ളൂ എന്നതാണ് അന്വേഷണ സംഘത്തിന്റെ പൊതു നിലപാട്. അതോടൊപ്പം മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്നും ഇത് സംബന്ധിച്ചുള്ള മജിസ്ട്രേറ്റിന്റെ കയ്യിൽ നിന്ന് അവർ ഇതിന്റെ മൊഴി പകർപ്പ് എടുക്കുക എന്ന ഒരു ക്രമം കൂടി ഇതിന്റെ ഭാഗമായി ഉണ്ട്. അതുകൂടി കഴിഞ്ഞ ശേഷമായിരിക്കും ഈ കാര്യത്തിലുള്ള മറ്റു നടപടികളിലേക്ക് കടക്കുക. അന്വേഷണ സംഘം ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഒരിക്കൽ കൂടി ഒരു യോഗം ചേർന്ന ശേഷം നിലവിലുള്ള തെളിവുകൾ പരിശോധിക്കും. തുടർന്ന് ശാസ്ത്രീയമായ പരിശോധനയും കൂടി ആവശ്യമെങ്കിൽ അതിനുശേഷം മാത്രമായിരിക്കും ഒരുപക്ഷെ അറസ്റ്റ് ഉണ്ടാവുകയുള്ളൂ. തീർച്ചയായും ശരി. ജീവൻ കുമാറാണ് വിവരങ്ങൾ നൽകിയത്.